ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി 2020 മോഡല് ടാറ്റയുടെ ടിഗോർ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വണ്ടി വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ്, മോഡല് പെട്രോൾ ആണ്, പിന്നെ സെക്കൻഡ് ഓണർ ആണ് വണ്ടി. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റ് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഈ വണ്ടിയിൽ ഏരിയൽ ഇത് അഡീഷണൽ വെച്ചേക്കുന്നതാണ്. പിന്നെ ഹെഡ്ലൈറ്റ്, ഫോഗ് ലാമ്പ് ഇതെല്ലാമാണ് ഫ്രണ്ടിൽ വരുന്നത് ഈ വണ്ടിയുടെ. പിന്നെ ടയറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ടയർ ഒരു 80% ഇനി ഓടാനുണ്ട്. പിന്നെ അലോയ് വരുന്നത് അഡീഷണൽ വെച്ചേക്കുന്നതാണ്, കമ്പനി അലോയ് അല്ല, അഡീഷണൽ കസ്റ്റമർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. മിറർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാലും ടോപ്പ് ആൻഡ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ മിററിലാണ് ഇൻഡിക്കേറ്ററിന്റെ ഓപ്ഷൻസ് ഒക്കെ വന്നേക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ തന്നെ ഒരു സ്പോയിലർ ഉണ്ട്. ആ സ്പോയിലറും കസ്റ്റമർ അഡീഷണൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഡിക്കി സൈഡിലോട്ട് വരാം. ഡിക്കി വരുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു മറ്റു വണ്ടികളിലെ പോലെ തന്നെ 400-500 ലിറ്റർ കപ്പാസിറ്റിയാണ് ഡിക്കി സ്പേസ് വരുന്നത്. ഡിക്കിയിലും അത്യാവശ്യം നീറ്റാണ് ഡിക്കി സ്പേസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പിനി എല്ലാം ബുട്ട് സ്പേസിന്റെ അടിയിൽ ഇരിപ്പുണ്ട്. ടയർ പുതിയതാണ്. ഇതും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 80% ഇനി ഓടാറുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ട ഈ വണ്ടിയുടെ ഇന്റീരിയർ വർക്കും അകത്തെ കാഴ്ചകളാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ വണ്ടിയുടെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ വണ്ടിയിൽ 4 വിൻഡോയും പവർ വിൻഡോ ആണ്. 4ഉം ഫ്രണ്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അടുത്ത് ഈ വണ്ടിയുടെ മിറർ കൺട്രോൾ വരുന്നതും നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിന്റെ അവിടെയാണ്. റൈറ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് മിറർ കൺട്രോൾ ചെയ്യാം, ലെഫ്റ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് മിറർ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ ഈ വണ്ടിയുടെ സീറ്റിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ 2 സീറ്റും ബക്കറ്റ് സീറ്റാണ്. ബാക്കിലേതും കസ്റ്റം ചെയ്താണ് വെച്ചേക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ സീറ്റ് കവർ എല്ലാം വേറെ അഡീഷണൽ ചെയ്തേക്കുന്നതാണ്. അടുത്ത ഫ്രണ്ടിൽ ഇന്റീരിയറിലോട്ട് വന്നു കഴിഞ്ഞാലും എല്ലാം ടച്ച് സ്ക്രീൻ ഒക്കെയാണ് ഏകദേശം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതൊക്കെ മാനുവൽ ഓപ്ഷൻസ് ഒക്കെ വേറെ ഉണ്ട്. എസിയുടെ കൺട്രോൾ എല്ലാം താഴെയാണ് വരുന്നത്. അതുപോലെ തന്നെ ചാർജിങ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 12 വാൾട്ടിന്റെ ചാർജിങ് കണക്ഷൻ ഉണ്ട്. പിന്നെ ഒരു USB പോർട്ടിന്റെ ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ചാർജിങ് ഓപ്ഷൻസ് എന്തെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻസും ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. അടുത്ത് വരുന്ന ഈ വണ്ടി മാനുവൽ ആണ്, ഓട്ടോമാറ്റിക് അല്ല, ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് മാനുവൽ വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു റിവേഴ്സ് ക്യാമറ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിന്റെ സ്ക്രീന് ഫ്രണ്ടില് ഡാഷ്ബോർഡിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വണ്ടി ഏകദേശം 68,938 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ മീറ്റർ കൺസോൾ വരുന്നത് ഡിജിറ്റൽ ആണ്, എല്ലാം ഡിജിറ്റൽ കൺട്രോളിലാണ് വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാലും ഇതിൽ സ്റ്റിയറിംഗിൽ അത്യാവശ്യം കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മ്യൂസിക്കിന്റെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും, പിന്നെ ബ്ലൂടൂത്തിന്റെ കണക്ഷന്റെ ഓപ്ഷനും, അതുപോലെ കോളിങ്ങിന്റെ ഓപ്ഷനും, പിന്നെ ഈ സൈഡിൽ തന്നെ ഫോണിന്റെ ഓപ്ഷനും അവൈലബിൾ ഉണ്ട്. പിന്നെ സെൻട്രൽ ഫോൺ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ബാക്ക് സീറ്റിലോട്ട് വരാം. ബാക്ക് സീറ്റിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നോക്കാം. ബാക്ക് സീറ്റിൽ വരുമ്പോഴും ഏകദേശം കസ്റ്റമർ ഈ സീറ്റും കസ്റ്റം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ നമുക്കൊരു ഹാൻഡ് റെസ്റ്റും അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ നമുക്ക് ബോട്ടിലോ ചായയോ എന്തെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ ഫ്രണ്ടിൽ ചാർജിങ് ഓപ്ഷന്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്നാൽ ബാക്കിലുള്ളവർക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു 12 വാൾട്ടിന്റെ ചാർജറിന്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ വണ്ടി വരുന്നത് പെട്രോൾ ഓപ്ഷൻ ആണ് കേട്ടോ. ടാങ്ക് നല്ല അടിപൊളി ഒരു ഡിസൈൻ ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ എഞ്ചിൻ സൈഡിലോട്ട് വരാം. എഞ്ചിൻ റൂമിന്റെ കാഴ്ചകളാണ് അടുത്തിന് കാണാൻ പോകുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത്. ടാറ്റയുടെ ലോഗോ ഉണ്ട്, ബാറ്ററി മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നീറ്റാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത്. അപ്പം നമ്മുടെ ഈ ടിഗോർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇവിടെ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വണ്ടി 60,000 രൂപ ഡൗൺ പേയ്മെന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. കസ്റ്റമറിന്റെ പ്രൊഫൈൽ അനുസരിച്ച് അതിവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഏകദേശം 4,60,000 രൂപയാണ് ഈ വണ്ടിക്ക് ഇപ്പൊ ചോദിക്കുന്നത് വില.